3/5 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 3/7 കിട്ടും? 3/5 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 3/7 കിട്ടും? ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ന ചോദ്യം വരുമ്പോൾ, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ന ചോദ്യം വന്നാൽ, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് ശേഷമുള്ള സംഖ്യ ആദ്യം എഴുതുക. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് ശേഷമുള്ള സംഖ്യ ആദ്യം എഴുതുക. ഹരിക്കണം എന്ന ചിഹ്നം ഇട്ടിട്ട് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് മുമ്പുള്ള സംഖ്യ എഴുതുക. ഹരിക്കണം എന്ന ചിഹ്നം ഇട്ടിട്ട് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് മുമ്പുള്ള സംഖ്യ എഴുതുക. അപ്പോൾ 3/7 ഹരിക്കണം 3/5. ഇനി നമ്മൾ ഹരിക്കുമ്പോൾ, ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക. ആദ്യത്തെ ഫ്രാക്ഷൻ 3/7 അതുപോലെ എഴുതുക. എന്നിട്ട് ഹരണചിഹ്നത്തിന് പകരം ഗുണനചിഹ്നം ഇടുക. ഹരണചിഹ്നത്തിന് പകരം ഗുണനചിഹ്നം ഇട്ടിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യ ഉണ്ടല്ലോ അതിൻ്റെ വിക്രമം എഴുതുക. രണ്ടാമത്തെ ഫ്രാക്ഷനിലെ അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക. അപ്പോൾ 3/5 തിരിച്ചിട്ട് 5/3. ഇനി നമ്മൾ ചെയ്യണം എന്താ? 3/7 × 5/3. നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഈ 3ഉം 3ഉം വെട്ടിക്കളയാം. അംശമായ 3ഉം ഛേദമായ 3ഉം വെട്ടിക്കളയാം. പിന്നെ എന്താ അംശം? 5 ഛേദോ 7. ഉത്തരം 5/7. അതായത് 3/5 5/7 എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എന്ത് കിട്ടും? 3/7 കിട്ടും. ഒരു സംഖ്യ 10% വർദ്ധിച്ചപ്പോൾ 22 കിട്ടി. സംഖ്യ ഏത്? ഒരു സംഖ്യ 10% കൂടിയപ്പോൾ എത്രയായി? 22 അപ്പോൾ ശരിക്കുള്ള സംഖ്യ എത്രയായി? സംഖ്യ നമ്മൾ എക്സ് എടുക്കുക. സംഖ്യ എക്സ് എടുക്കുക. അടുത്തായിട്ട് നമ്മൾ എക്സ് ഇൻറ്റു, അതായത് സംഖ്യ 10% കൂടുകയാണ്. അപ്പോൾ നമ്മൾ സംഖ്യ ആദ്യം എഴുതുക. എന്താണ്? എക്സ് ഇൻറ്റു ഇട്ടിട്ട് 10% കൂടുമ്പോൾ 100ൻ്റെ കൂടെ 10 കൂട്ടുക. 10% കൂടുക, 100ൻ്റെ കൂടെ 10 കൂട്ടുക. ഇത് 20% വിചാരിച്ചോളൂ. 100 + 20. 30% ആണെങ്കിൽ 100 + 30. 50% ആണെങ്കിൽ 100 + 50. അങ്ങനെ വർദ്ധിക്കുമ്പോൾ 100ൻ്റെ കൂടെ കൂട്ടി. ഇവിടെ കുറയാണ് വിചാരിക്കുക. 10% കുറയുക, നമ്മൾ 100 - 10 എന്നിടണം. 20% കുറയുക, 100 - 20. 50% കുറയുക, 100 - 50. അപ്പോൾ കൂടുക കുറയുക നോക്കിയിട്ട് നമ്മളിവിടെ 100ൻ്റെ കൂടെ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഇൻറ്റു 100 + 10, പിന്നെ ഛേദം 100നെ ഇടുക കേട്ടോ, കാരണം ശതമാനമല്ലേ. ശതമാനമാകുമ്പോൾ /100. അപ്പോൾ എക്സ് ഇൻറ്റു 100 + 10 /100 സമം എത്രയാവും എന്നാണ് പറയുന്നത്? 10% കൂടുമ്പോൾ എത്രയാവും? 22. അപ്പോൾ എക്സ് ഇൻറ്റു 100ഉം 10ഉം കൂട്ടിയാൽ 110/100 സമം 22. ഇതൊന്ന് എങ്ങനെ എക്സ് കാണുക? എക്സ് കാണുമ്പോൾ ഇൻറ്റു 110/100 സമത്തിൻ്റെ വലത്തോട്ട് ഇടണം. എക്സ് കാണുമ്പോൾ ഇൻറ്റു 110/100 സമത്തിൻ്റെ വലത്തോട്ട്. അപ്പോൾ എന്താവും? ഇൻറ്റു എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി. ഇൻറ്റു എന്നിട്ട് അതിൻ്റെ വിക്രമം എഴുതുക. അപ്പോൾ എക്സ് സമം ഇവിടെ എന്തുണ്ട്? 22 ഇൻറ്റു ഇട്ടിട്ട് ഇതിനെ തിരിച്ചിട്ടു 100/110. നമുക്കിതിൽ ഈ ഓരോ പൂജ്യങ്ങൾ വെട്ടിക്കളയാം. ഓരോ പൂജ്യങ്ങൾ, 100ത്തെ ഒരു പൂജ്യവും 110ത്തെ ഒരു പൂജ്യവും. എന്നിട്ട് ഈ 11ഉം 22 വെട്ടുമ്പോൾ മുകളിൽ 2 വരും. 11ഉം 22 വെട്ടുമ്പോൾ മുകളിൽ 2. ആ 2 ഇൻറ്റു ഇവിടുത്തെ 10. ഇവിടുത്തെ ഒരു പൂജ്യം വെട്ടിപ്പോയി. അപ്പോൾ 10. 2 × 10 ഉത്തരം 20. സംഖ്യ 20. 2/3 + 1/2 - 1/4 - 1/3. നമുക്കിതിൽ ആദ്യം ഒരേ ഛേദങ്ങളുള്ളത് ചേർത്തി എഴുതുക. ഒരേ ഛേദങ്ങളുള്ളത് ചേർത്തി എഴുതുക. അതായത് 2/3ൻ്റെ അടുത്തേക്ക് ഈ 1/3 എഴുതാം. കാരണം ഇവിടെ ഛേദം 3, ഇതിൻ്റെ ഛേദം 3. അപ്പോൾ 2/3 - 1/3. ചിഹ്നങ്ങൾ മാറാൻ പാടില്ല കേട്ടോ. ഇത് 2/3 പോസിറ്റീവാണ് എഴുതി. ഈ 1/3 കുറയ്ക്കണം എന്നാണ്. അപ്പോൾ -1/3. അവശേഷിക്കുന്ന രണ്ടും പിന്നീട് എഴുതുക. എന്താ? ഒരു +1/2, ഒരു -1/4. ഇനി ഇത് നോക്കൂ. ഇത് കുറയ്ക്കാൻ നമുക്ക് നേരിട്ട് പറ്റും. കാരണം എന്താ? ഛേദങ്ങൾ തുല്യമാണ്. ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ നേരിട്ട് കുറയ്ക്കാം. എന്ത് ചെയ്താൽ മതി? 2ന്ന് 1 കുറയ്ക്കുക. 2 - 1/3. അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. ഈ ഛേദം പൊതുവായ ഛേദമായിട്ട് എഴുതുക. അപ്പോൾ 2 - 1/3 പ്ലസ് ഇട്ടു. ഇത് ഈ 1/2 നമുക്കറിയാം, അര. 1/4 കാല്. 1/2 അര, 1/4 കാല്. അപ്പം അരേന്ന് കാല് കുറച്ച കാല് വരും അല്ലേ? അരേന്ന് കാല് കുറച്ച കാല്. അത് ഇതിൽ അരയും കാലും പോകുമ്പോൾ വലുത് ഏതാ? അരയാണ്. അതുകൊണ്ട് എപ്പോഴും കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടണം കേട്ടോ. കുറയ്ക്കുമ്പോൾ വലുതിന് ചിഹ്നം ഇടണം. ഇതിൽ വലുത് അരയാണ്. അപ്പോൾ പ്ലസ് ആവുകൊണ്ട് പോസിറ്റീവായിട്ട് പ്ലസ് ഇട്ടു. എന്നിട്ട് അരേന്ന് 1/4 കുറച്ചു. അരേന്ന് കാല് കുറച്ചപ്പോൾ കാലെന്ന് എഴുതി. ഇത് 2 കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 2 - 1 1/3. 2 - 1 1/3 പ്ലസ് 1/4. ഇതെങ്ങനെ? നമ്മൾ ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. ഇത് കൂട്ടാൻ പോവുകയാണ് കേട്ടോ. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 1 4 4. ഇടത് ചിഹ്നം ഇട്ടു പ്ലസ്.
ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിച്ചു, ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ. അപ്പോൾ 3 × 1 3. അപ്പോൾ 1 4 4 പ്ലസ് 1 3 3 ബൈ ഇട്ടിട്ട് ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 3 4 4 × 3 ഉണ്ട് അല്ലേ. ഇനി അംശങ്ങൾ കൂട്ടു, 4 3 7 ബൈ ഛേദങ്ങൾ ഗുണിക്കൂ, 4 3 12. ഉത്തരം 7/12. 10 രൂപയുടെ 1/2 10 രൂപയുടെ 5/20 10 രൂപയുടെ 1/4 കൂട്ടിയാൽ എത്ര കിട്ടും? 10 രൂപയുടെ 1/2 നമ്മൾ ഈ ഉടേ എന്ന് പറഞ്ഞാലും ഇൻ്റെ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ഉടേ എന്ന് പറയുമ്പോഴും ഇൻ്റെ. ഇപ്പോൾ എക്സിൻ്റെ 1/5 അങ്ങനെ ഇൻ്റെ എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ ഉടേ എന്ന് പറയുമ്പോഴും ഇൻ്റെ എന്ന് പറയുമ്പോഴും ഗുണിക്കുക. അപ്പോൾ 10 രൂപയുടെ 1/2 എന്ന് പറയുമ്പോൾ 10 × 1/2. 10 രൂപയുടെ 5/20 10 × 5/20. 10 രൂപയുടെ 1/4 10 × 1/4. അപ്പോൾ ഈ 3 പറഞ്ഞത് നമ്മൾ ഗുണിച്ചെഴുതി അല്ലേ. 10 × 1/2 10 × 5/20 10 × 1/4 എല്ലാം എഴുതി. എന്നിട്ടോ കൂട്ടിയാൽ, അപ്പോൾ അതെല്ലാം എഴുതി. 10 × 1/2 കൂട്ടണം 10 × 5/2 കൂട്ടണം 5/20 കൂട്ടണം 10 × 1/4. ഇത് നമുക്ക് 5 എന്ന് വരും അല്ലേ. കാരണം ഈ 2ഉം 5ഉം വെട്ടുമ്പോൾ മുകളിൽ 5, 2ഉം 10ഉം വെട്ടിയ 2ഉം 10ഉം വെട്ടിയ മുകളിൽ 5 × 1 ഒരു 5 5 പ്ലസ്. അതുപോലെ ഇവിടെ 10ഉം 20ഉം വെട്ടിയ താഴെ 2, 10ഉം 20ഉം വെട്ടിയ താഴെ 2. അപ്പോൾ മുകളിൽ അംശം 5/2 5/2. അതുപോലെ ഈ 10ഉം 4ഉം നമുക്ക് 2 കൊണ്ട് വെട്ടാം. 10ഉം 4ഉം 2 കൊണ്ട്. അപ്പോൾ മുകളിൽ I2 10 താഴെ ഈ 2 4. മുകളിൽ I2 10 താഴെ ഈ 2 4. ഇപ്പോൾ മുകളിൽ വരുന്ന ആ 5ഉം ഈ 1 കുടിക്കുമ്പോൾ 5 ബൈ താഴെ വെട്ടി ചുരുക്കിയ 2. അപ്പോൾ ഇതും 5/2. അപ്പോൾ ആദ്യം 5 പ്ലസ് ഇതും 5/2 ഇതും 5/2. 5 പ്ലസ് അതുപോലെ ഇട്ടു. ഇത് നമുക്ക് കൂട്ടാം നേരിട്ട്, കാരണം ഛേദങ്ങൾ തുല്യമായി. ഛേദങ്ങൾ തുല്യമായ ഭിന്നസംഖ്യകളെ എളുപ്പത്തിൽ കൂട്ടാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, അംശങ്ങൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ എന്തായി 5 + 5 പൊതുവായ ഛേദമായിട്ട് ഈ ഛേദം ഇടുക 2. അംശങ്ങൾ കൂട്ടുക 5 + 5 പൊതുവായ ഛേദമായിട്ട് ഈ ഛേദം /2. വീണ്ടും 5 പ്ലസ് ഇത് കൂട്ടുമ്പോൾ 5 × 10/2 എന്ന് വരും. അപ്പോൾ 5 പ്ലസ് ഈ 10/2 എന്ന് പറയുന്നത് 5 അല്ലേ. I2 10. അപ്പോൾ 5ഉം 5ഉം കൂട്ടിയ ഉത്തരം 10. 33 1/3% തുല്യമായ ഭിന്നക സംഖ്യ ഏത്? നമുക്കൊരു ശതമാനം തന്നിട്ട്, ഒരു പെർസെൻറ്റേജ് തന്നിട്ട്, നമ്മളതിനെ ഫ്രാക്ഷനാക്കി മാറ്റണം. നമുക്കൊരു പെർസെൻറ്റേജ് തന്നിട്ട് നമ്മളതിനെ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ ഈ 33 1/3% എടുത്തെഴുതി. ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നാണ്. 33 1/3. നമ്മളതിനെ സാധാരണ ഭിന്നസംഖ്യയാക്കുക. ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്, അതിനെ സാധാരണ ഫ്രാക്ഷനാക്കുക. അതെങ്ങനെ? ഈ 33 കൊണ്ട് 3നെ ഗുണിക്കുക, എന്നിട്ട് 1 അങ്ങോട്ട് കൂട്ടുക. 33 കൊണ്ട് 3നെ ഗുണിക്കുക, 1 കൂട്ടുക. അപ്പോൾ 33 × 3 + 1. ഛേദം ഈ 3 തന്നെ എഴുതുക. 33 × 3 കുടിച്ചാൽ 99. 33 × 3 99. മറ്റേ +1 നമ്മൾ അതുപോലെ ഇട്ടു, /3 അതുപോലെ ഇട്ടു, ശതമാനം. ഇനി അംശങ്ങൾ കൂട്ടും 99 കൂട്ടിയ 100/3 അല്ലേ. 100/3 ശതമാനം. ഇനി ശതമാനം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 1/100 കൊണ്ട് ഗുണിക്കണം. ശതമാനം പറഞ്ഞാൽ 1/100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100/3 അതുപോലെ ഇട്ടു, ഇൻറ്റു ശതമാനത്തിന് പകരം 1/100 എന്നിട്ടു. ഇതിൽ നമുക്ക് ഈ 100ഉം 100ഉം വെട്ടിക്കളയാം. 100ഉം 100ഉം ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ അംശം 1 ഛേദം 3 ഉത്തരം 1/3. 3/4 എത്ര കൂടുതലാണ് 1 2/3? 3/4 എത്ര കൂടുതലാണ് 1 2/3? എത്ര കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഉത്തരം കാണാൻ, എത്ര കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഉത്തരം കാണാൻ, എത്ര കൂടുതലാണ് എന്നതിന് ശേഷമുള്ളതെന്ന് എത്ര കൂടുതലാണ് എന്നതിന് മുമ്പുള്ളത് കുറയ്ക്കുക. എത്ര കൂടുതലാണ് എന്നതിൻ്റെ ഉത്തരം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എത്ര കൂടുതലാണ് എന്നതിന് ശേഷമുള്ളതെന്ന് എത്ര കൂടുതലാണ് എന്നതിന് മുമ്പുള്ളത് കുറയ്ക്കുക. അപ്പോൾ 1 2/3 3/4 കുറച്ചാൽ മതി, ഉത്തരം കിട്ടും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇതൊരു സാധാരണ ഭിന്നസംഖ്യയാണ് 3/4. പക്ഷേ ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം മിശ്ര ഭിന്നത്തിനെ മാറ്റാം. 1 2/3 മിശ്ര ഭിന്നം മാറ്റി ഇതുപോലെ രൂപത്തിലാക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ?
1 കൊണ്ട് 3നെ ഗുണിക്കുക. ഈ 1 കൊണ്ട് 3നെ ഗുണിക്കുക. ഒരു 3 അതാണ് 1 × 3. എന്നിട്ട് ഈ 2 കൂട്ടണം. 1 കൊണ്ട് 3നെ ഗുണിച്ച് ഈ 2 കൂട്ടണം. അപ്പോൾ 1 × 3 കൂട്ടണം 2 ഛേദം 3 അതുപോലെ എഴുതുക. ഛേദം 3 അതുപോലെ എഴുതുക. പിന്നെ മൈനസ് ഇവിടുത്തെ 3/4 നമ്മൾ അതുപോലെ എഴുതി കേട്ടോ. ഇതെങ്ങനെ ചെയ്യുക? 1 3 ഗുണിക്കുക. ഒരു 3 3 2 കൂട്ടുക. 1 × 3 ഗുണിച്ചാൽ 3 2 കൂട്ടിയ 5/3 കുറയ്ക്കണം 3/4. ഇപ്പോൾ നമുക്ക് എന്തായി? ഇത് മിശ്ര ഭിന്നം മാറ്റി സാധാരണ ഭിന്നമായി. ഇപ്പോൾ രണ്ടും സാധാരണ ഭിന്നങ്ങളാണ്. ഇത് കുറയ്ക്കണം. ഇതെങ്ങനെ കുറയ്ക്കുക? ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. അപ്പോൾ 5 × 4 20. ഇടയിലത്തെ ചിഹ്നം ഇടുക, കുറയ്ക്കണം. ഇടയിലത്തെ ചിഹ്നം കുറയ്ക്കണം. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ 3 9 ബൈ ഇടുക. ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 3 × 4 12. അപ്പോൾ 20 നിന്ന് 9 കുറയ്ക്കുക. എത്ര വരും? 11/12. ഉത്തരം 11/12. അതായത് 3/4 എത്ര കൂടുതലാണ് ചോദിച്ചാൽ 11/12 കൂടുതലാണ്. ഏത്? 1 2/3. x+1ന്റെ വിൽക്രമം x-1 ആയാൽ x-ന്റെ വില കാണുക. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? x+1ന്റെ റെസിപ്രോക്കലാണ് x-1 എന്ന് തന്നിട്ടുണ്ട്. x-ന്റെ വില കാണണം. ഈ x+1ന്റെ വിൽക്രമം എങ്ങനെ കാണുക? 1/x+1 അല്ലേ? വിൽക്രമം കാണാൻ നമുക്ക് എന്ത് സംഖ്യ തന്നാലും വിൽക്രമം കാണാൻ 1/, ഇട്ടാൽ മതി. അപ്പോൾ 2ന്റെ വിൽക്രമം 1/2, 3ന്റെ വിൽക്രമം 1/3, x-ന്റെ വിൽക്രമം 1/x. അതുപോലെ x+1ന്റെ വിൽക്രമം 1/x+1. അപ്പോൾ വിൽക്രമം എഴുതി. അത് എത്രയാണ്? വിൽക്രമം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? x-1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x+1ന്റെ വിൽക്രമം, അതായത് 1/x+1 എന്ന് പറയുന്നത് എന്താണ്? x-1 ആണ്. ഇനി നമുക്കറിയാം ഇതൊരു സമവാക്യമാണല്ലോ. സമവാക്യത്തിൽ ബൈ ഉള്ളത് വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ, ഒരു സമവാക്യത്തിൽ ബൈ ഉള്ളത് അതായത് ഹരിക്കണം എന്നുള്ളത് സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നാവും. അപ്പോൾ ഇടതുവശത്ത് നമുക്ക് അംശം 1 അതുപോലെ എഴുതി, സമം ഈ ബൈ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ ഈ x+1 അങ്ങോട്ട് പോയി ഇൻറ്റു ആവും. x+1 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? x-1. അത് നമുക്ക് എന്ത് കിട്ടി? 1 സമം ഈ x+1 അങ്ങോട്ട് കൊടുത്തു. ആ x+1 ഇൻറ്റു ഇവിടുത്തെ x-1. നമുക്കറിയാം ഇത് a + b × a - b = a² - b². സദാസത്യവാക്യമാണ്, സർവസമവാക്യമാണ്, ഐഡൻറ്റിറ്റിയാണ്. a + b × a - b a² - b². അതുപോലെ x+1 × x-1 എന്ത് വരും? x² - 1² എന്ന് വരും. x+1 × x-1 x² - 1². ഇത് വലതുവശം കേട്ടോ. ഇടതുവശത്ത് എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ 1 സമം x² ഈ 1² 1 ആണ്. ഇനി നമ്മൾ ഈ -1 ഇടത്തോട്ട് എടുക്കുക. -1 സമത്തിൻ്റെ ഇടതുവശത്തേക്ക്. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ +1. 1 + 1 സമം ഇവിടെ എന്താ ഉള്ളത്? x². 1 1 കൂട്ടിയ 2 സമം x². x² 2 ആണെങ്കിൽ x എങ്ങനെ കാണുക? റൂട്ട് കണ്ടാൽ മതി. x² 2 ആണെങ്കിൽ x റൂട്ട് കാണുക. അപ്പോൾ x സമം √2. 2ൻ്റെ റൂട്ട് കൃത്യമായി പറയാൻ പറ്റില്ല നമുക്ക്. അതായത് 2 പൂർണ്ണവർഗ്ഗമല്ല. അപ്പോൾ √x-ൻ്റെ വില അത് അതുപോലെ ഇട്ടാൽ മതി. ഉത്തരം √2. 1/81, 1/27, 1/9 എക്സെട്ര എന്ന ശ്രേണിയുടെ 5ാം പദം എത്ര? നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. 1 2 3 പദങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലത്തെ 5ാമത്തെ പദം കാണാം. നമുക്ക് ഈ ശ്രേണിയുടെ പ്രത്യേകത എന്ന് നോക്കാം. ഈ ശ്രേണിയുടെ നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. 9 × 3 27, 27 × 3 81. ഇങ്ങോട്ട് പോകുമ്പോൾ 3 ഗുണിച്ച് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ 3 ഹരിച്ച് പോകുന്നുണ്ട് അല്ലേ? 81നെ 3 കൊണ്ട് ഹരിച്ചാൽ 27, 27നെ 3 കൊണ്ട് ഹരിച്ചാൽ 9. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലത്തെ ആദ്യത്തെ പദം എടുക്കുക. എന്താണ്? 1/81. അതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2ാമത്തെ പദം കിട്ടും? ആദ്യ പദത്തിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2ാം പദം കിട്ടും? അതായത് 1/81നെ എന്തോ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ 1/27 കിട്ടും. അപ്പോൾ ഈ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/27നെ 1/81 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? ഈ ഇൻറ്റു എന്നുള്ളത് സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ ഹരിക്കണം എന്നാവും. ഇൻറ്റു എന്നുള്ളത് സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ ഹരിക്കണം എന്നാവും. അതായത് തിരിച്ചിട്ട് ഗുണിക്കുക പറയും. ഹരിക്കുക പറയുമ്പോൾ എന്ത് ചെയ്യണം? വിൽക്രമം കൊണ്ട് ഗുണിക്കുക, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥലത്തെ സംഖ്യ കാണാൻ വലതുവശത്ത് ആദ്യം എഴുതുക. എത്രയേ? 1/27 ഇൻറ്റു എന്നിട്ട് ഇതിനെ തിരിച്ചിട്ടു 81/1. നോക്കൂ, 27ഉം 81 നമുക്ക് 3 പ്രാവശ്യം വെട്ടിക്കളയാം. 27നെ 3 കൊണ്ട് ഗുണിച്ചാൽ 81 കിട്ടും. അപ്പോൾ അംശം എന്താ ഉള്ളത്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഒരു 3 3/1, അതായത് 3.
നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യ പദത്തിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് കിട്ടണത്. ആദ്യ പദത്തിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടാമത് കിട്ടി. നമ്മൾ രണ്ടാമത് എടുക്കൂ, എത്ര? 1/27. അതിനെ ഇത് 3 കൊണ്ട് ഗുണിച്ച് നോക്കാം നമുക്ക്. ഇത് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? 3ഉം 27 വെട്ടുമ്പോൾ അടിയിൽ 9 വരും അല്ലേ? 3ഉം 27 വെട്ടുമ്പോൾ അടിയിൽ 9 വരും. അപ്പോൾ 1/9 വരും. അപ്പോൾ മൂന്നാമത്തെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യ പദത്തിനെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ രണ്ടാം പദം കിട്ടി. രണ്ടാം പദത്തിനെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചപ്പോൾ മൂന്നാം പദം കിട്ടി. അപ്പോൾ 3 ഗുണിച്ച് പോയാൽ മതി. അപ്പോൾ അടുത്ത പദം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ പദം എടുക്കുക. എന്താ? 1/9 അല്ലേ? അതിനെ 3 കൊണ്ട് ഗുണിക്കുക. 1/9നെ 3 കൊണ്ട്. ഇവിടെ നമുക്ക് ഈ 3ഉം 9 വെട്ടുമ്പോൾ അടിയിലും 3 വരും. 3ഉം 9 വെട്ടിയ അടിയിൽ 3. അപ്പോൾ ഇത് വരും 1/3. വീണ്ടും ഇത് നാലാമത്തെ പദമാണ്, അതെടുത്തു. വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക. 1/3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? 3ഉം 3ഉം വെട്ടിപ്പോയിട്ട് 1 കിട്ടും. ഇതാണ് അഞ്ചാം പദം. അഞ്ചാം പദം 1. ഒരു സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഹരിച്ചതിനെ സംഖ്യയുടെ വർഗം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്ത്? സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കുക. ഇതിൽ സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നുണ്ട്. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കലാണ്. വ്യുൽക്രമം റെസിപ്രോക്കൽ. ഇപ്പോൾ സംഖ്യ എക്സ് ആണെങ്കിൽ വ്യുൽക്രമം 1/x. സംഖ്യ എക്സ് ആണെങ്കിൽ വ്യുൽക്രമം 1/x. സംഖ്യ 5 ആണെങ്കിൽ വ്യുൽക്രമം 1/5. സംഖ്യ 10 ആണെങ്കിൽ വ്യുൽക്രമം 1/10. അപ്പോൾ ഇവിടെ സംഖ്യ എക്സ് ആണ്, അപ്പോൾ വ്യുൽക്രമം 1/x. ഇനി എന്താ ചോദ്യം? സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഹരിക്കണം. സംഖ്യ എക്സ് ആണ്, വ്യുൽക്രമം 1/x ആണ്. അപ്പോൾ എക്സിനെ 1/x കൊണ്ട് ഹരിക്കണം. അതാണ് പഠിച്ചിരിക്കുന്നത്. എക്സിനെ 1/x കൊണ്ട് ഹരിക്കണം. x/1/x. ഹരിക്കുക പറയുമ്പോൾ നമുക്കറിയാം ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക വേണ്ടത്. ഹരിക്കുമ്പോൾ ഛേദത്തിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എക്സ് അത് അംശം എക്സ് അതുപോലെ ഇട്ടു ഇൻറ്റു ഛേദത്തിനെ നമ്മൾ തിരിച്ചിട്ടു. തിരിച്ചിടുമ്പോൾ എന്ത് വരും? x/1. അപ്പോൾ ഗുണിക്കുമ്പോൾ എന്ത് വരും? x × x x²/1 എന്ന് വരും. x × x x²/1 പറയുമ്പോൾ x². അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം കിട്ടി. ഒരു സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഹരിച്ച് കിട്ടി. ഒരു സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? x² എന്ന് കിട്ടി. ഇനിയോ ഒരു സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഹരിച്ചതിനെ സംഖ്യയുടെ വർഗം കൊണ്ട് ഹരിക്കണം. ഈ കിട്ടിയതിനെ സംഖ്യയുടെ വർഗം കൊണ്ട് ഹരിക്കണം. സംഖ്യ എന്താ? എക്സ് ആണ്. അപ്പോൾ വർഗം എന്താ വരിക? x². വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. അപ്പോൾ സംഖ്യ എക്സ് ആണ്, അപ്പോൾ വർഗം എന്ത് വരും? x². അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യ ഉത്തരത്തിനെ ഈ പറഞ്ഞതുകൊണ്ട് ഹരിക്കണം. ആദ്യ ഉത്തരം എന്താ കിട്ടിയത്? x². അതിനെ ഏത് കൊണ്ട് ഹരിക്കണം? x² കൊണ്ട് ഹരിക്കണം. x²നെ x² കൊണ്ട് ഹരിക്കുക. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ച ഉത്തരം 1 ആണ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ച ഉത്തരം 1. അപ്പോൾ x²നെ x² കൊണ്ട് ഹരിച്ച ഉത്തരം 1. ഗോളത്തിൻ്റെ സമതല മുഖങ്ങളുടെ എണ്ണം എത്ര? ഗോളത്തിൻ്റെ സമതല മുഖങ്ങളുടെ എണ്ണം എത്ര? ഗോളത്തിൻ്റെ ഏകദേശ രൂപം ഇവിടെ വരച്ചിട്ടുണ്ട്. ഗോളത്തിൻ്റെ ഒരു ഏകദേശ രൂപം. ഗോളത്തിന് നമ്മൾ സ്ഫിയർ എന്ന് പറയും. ഗോളത്തിന് സ്ഫിയർ എന്ന് പറയും. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് ഗോളം. ഗോളത്തിന് വളഞ്ഞ മുഖം, അതായത് വക്രമുഖം മാത്രമേ ഉള്ളൂ ഗോളത്തിന്. ഇതിൽ ചോദ്യം സമതല മുഖമാണ്, അതായത് പരന്ന മുഖങ്ങളൊന്നുമില്ല. ഗോളത്തിന് വളഞ്ഞ മുഖം, വക്രമുഖം മാത്രമേ ഉള്ളൂ. ഗോളത്തിന് ഒരു വക്രമുഖം, അതായത് കേർവ്ഡ് സർഫസ് മാത്രമേ ഉള്ളൂ. ഒരു ഗോളത്തിന് എപ്പോഴും ഒരു വക്രമുഖം, അതായത് ഒരു കേർവ്ഡ് സർഫസ് മാത്രമേ ഉള്ളൂ. സമതല മുഖം ഇല്ല. ചോദ്യം എന്താ? സമതല മുഖങ്ങളുടെ എണ്ണം. അപ്പോൾ സമതല മുഖം ഇല്ല. അപ്പോൾ ഉത്തരം 0. പോസിറ്റീവ് 4/2/3 എന്ന സംഖ്യയുടെ ഗുണന വിപരീതം കാണുക. പോസിറ്റീവ് 4/2/3 എന്ന സംഖ്യയുടെ ഗുണന വിപരീതം കാണുക. ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഗുണന വിപരീതം എന്നാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്രഭിന്നാണ്, അതിനെ മാറ്റണം. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്രഭിന്നാണ്, അതിനെ മാറ്റണം. അതിനെ മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ 4 കൊണ്ട് 3നെ ഗുണിക്കുക. 4 കൊണ്ട് 3നെ ഗുണിച്ച് 2 കൂട്ടുക. 4 കൊണ്ട് 3നെ ഗുണിച്ച് 2 കൂട്ടുക. 4 × 3 + 2. അത് അംശമായിട്ട് എഴുതിയിട്ട് ഛേദം ഈ 3 തന്നെ എഴുതുക. ഛേദം 3 തന്നെ. അപ്പോൾ 4 × 3 + 2/3. 4 × 3 ഗുണിച്ചാൽ 12, പിന്നെ +2/3. 12 2 കൂട്ടിയാൽ 14/3 എന്ന് കിട്ടി. 12 2 കൂട്ടിയാൽ 14/3. നമ്മൾ എന്ത് ചെയ്തു? ഈ 4/2/3 എന്ന മിക്സഡ് ഫ്രാക്ഷനെ മിശ്രഭിന്നാണ്, സാധാരണ ഭിന്നസംഖ്യയാക്കി. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഗുണന വിപരീതം കാണേണ്ടത്. ഗുണന വിപരീതം കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ, എന്തിൻ്റെയാണോ ഗുണന വിപരീതം കാണുന്നത് അതിനെ തിരിച്ചിട്ടാൽ മതി. ഏതിൻ്റെയാണോ ഗുണന വിപരീതം കാണുന്നത് അതിൻ്റെ അംശത്തെ ഛേദമാക്കുക, ഛേദത്തെ അംശമാക്കുക. അപ്പോൾ 14/3ൻ്റെ ഗുണന വിപരീതം 3/14.
അതായത് ഒരു സംഖ്യയും ഗുണവിപരീതവും തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും ഒന്നായിരിക്കും. ഒരു സംഖ്യയെ ഗുണവിപരീതം കൊണ്ട് ഗുണിച്ചാൽ ഒന്നായിരിക്കും. അപ്പോൾ 14/3 3/14 കൂടി ഗുണിച്ച് നോക്കൂ. 14/3 ഇൻറ്റു 3/14. നമുക്ക് എന്ത് ചെയ്യാം? 14 14 വെട്ടിപ്പോവും, 3 3 വെട്ടിപ്പോയിട്ട് ഉത്തരം 1 കിട്ടും. അപ്പോൾ ഇവിടെ ഗുണവിപരീതം എത്രയാണ്? 3/14. 600ൻ്റെ 35% എത്ര? 600ൻ്റെ 35% കാണണം. ഒരു സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം കാണാൻ ആ സംഖ്യയെ ആ ശതമാനം എന്ന സംഖ്യയുടെ ബൈ 100 ഇട്ട് ഗുണിക്കുക. ആ സംഖ്യയുടെ കൂടെ ശതമാനം ഉണ്ടല്ലോ, ആ ശതമാനത്തിന് സംഖ്യ എഴുതിയിട്ട് ബൈ 100 ഇടുക. അതായത് ശതമാനം പറഞ്ഞാൽ ബൈ 100 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം സംഖ്യ എഴുതി 600 ഇൻറ്റു ൻ്റെ എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇടുക. 600 ഇൻറ്റു 35%. അപ്പോൾ 35/100. 600 ഇൻറ്റു 35/100. ഇവിടെ നമുക്ക് ഈ 600ത്തെ 2 പൂജ്യവും ഈ 100ഉം വെട്ടിക്കളയാം. 600ത്തെ 2 പൂജ്യവും 100ഉം വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 6 വരും. അതായത് 600നെ 100 കൊണ്ട് ഹരിച്ചാൽ 6. 600നെ ബൈ 100 ചെയ്താൽ 6 വരും. അപ്പോൾ ഇവിടെ 6 ഉണ്ട്, പിന്നെ ഇൻറ്റു 35 ഉണ്ട്. 6 ഇൻറ്റു 35. ഈ 6 35 ഗുണിക്കുമ്പോൾ നമുക്ക് 6 5 30 ശിഷ്ടം 3 6 3 18 3 21 210 എന്ന്. അംശം എന്ത് വന്നു? 6 35 ഗുണിക്കുമ്പോൾ 210 ബൈ ഈ ഛേദം നമ്മൾ വെട്ടിച്ചെടുക്കുമ്പോൾ അടിയിൽ 1 എന്ന് വരും. അതായത് 100ഉം 600ഉം വെട്ടുമ്പോൾ മുകളിൽ 6ഉം അടിയിൽ 1 വരും. ആ 1ആണിത്. 210/1. ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഹരിച്ചാൽ അതേ സംഖ്യയാണ്. ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഹരിച്ചാൽ അതേ സംഖ്യ. അപ്പോൾ 210/1 ഉത്തരം 210. ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുക. 6 + 3 × 7 - 8 ഹരിക്കണം 2. ഇതിൽ ആദ്യം നമ്മൾ ബോർഡ് മാസ് തത്വം അനുസരിച്ച് വേണം കണക്ക് ചെയ്യാൻ. ബോർഡ് മാസ് തത്വം അനുസരിച്ച് ചെയ്യണം. ബോർഡ് മാസിൽ ആദ്യത്തെ അക്ഷരം ബി ആണ്. ബി പറഞ്ഞാൽ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോൾ ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആദ്യം ബി, അതായത് ബ്രാക്കറ്റ് ചെയ്യണം. 2 ബ്രാക്കറ്റ് ഉണ്ട്, 2 ബ്രാക്കറ്റിൽ ചെയ്യുക. ബാക്കിയൊക്കെ അതേപടി എഴുതുക. 6 + അത് അതേപോലെ എഴുതി. ആദ്യത്തെ ബ്രാക്കറ്റിൽ 3 × 7 ഗുണിക്കുമ്പോൾ 21 മൈനസ് അടുത്ത ബ്രാക്കറ്റിൽ 8 ഹരിക്കണം 2. 8 ഹരിക്കണം 2 ഹരിച്ച 4. 8 ഹരിക്കണം 2 ഹരിച്ച 8നെ 2 കൊണ്ട് ഹരിച്ച 4. ഇപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇതിലത്തെ പോയി. ബ്രാക്കറ്റിൻ്റെ അകത്തെ ക്രിയകൾ ചെയ്തപ്പോൾ ബ്രാക്കറ്റ് ഒഴിവായി കിട്ടി. ഇനി എന്തൊക്കെയുള്ളത്? കൂട്ടലും കുറയ്ക്കലും. അത് നമുക്ക് ഏത് രീതിയിൽ വേണം ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം 6ഉം 21ഉം കൂട്ടുക. 6ഉം 21ഉം കൂട്ടിയ 27, കുറയ്ക്കണം 4. 27 4 കുറച്ച ഉത്തരം 23. 0.008ൻ്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. 0.008ൻ്റെ ഭിന്നസംഖ്യാരൂപം എഴുതണം. നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. അതിനെ ഫ്രാക്ഷൻ ആക്കണം. ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കണം. നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഈ ഡെസിമൽ നമ്പറിലത്തെ സംഖ്യ മാത്രം എടുക്കുക. ഈ ദശാംശ സംഖ്യയിലത്തെ 0 ഒഴികെ സംഖ്യ മാത്രം എടുത്ത് എഴുതുക. എത്ര സംഖ്യ? 8. അത് അംശമായിട്ട് എഴുതുക. ദശാംശം ഒഴികെ സംഖ്യ മാത്രം അംശമായിട്ട് 8 അംശം ബൈ ഛേദമായിട്ട് ആദ്യം 1 ഇടുക. ഛേദം ആദ്യം 1 ഇടുക. എല്ലായ്പ്പോഴും 1 ഇടുക. അതിനുശേഷം ദശാംശത്തിന് ശേഷം എത്ര അക്കമുണ്ടോ അത്രയും പൂജ്യങ്ങൾ ഈ 1നോട് ചേർന്ന് വലതുവശത്ത് എഴുതുക. ദശാംശത്തിന് ശേഷം എത്ര അക്കമുണ്ടോ അത്രയും 0 1നോട് ചേർന്ന് വലതുവശത്ത്. അപ്പോൾ 1ൻ്റെ കൂടെ ഇവിടെ 3 സ്ഥാനമാണ്, 3 0 ഇട്ടു. അതായത് 8/1000. നമുക്കിതിനെ വെട്ടിച്ചുരുക്കാൻ വെട്ടിച്ചുരുക്കാം. 8 കൊണ്ട് തന്നെ വെട്ടിച്ചുരുക്കാം. 8 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 1 8 8. അപ്പോൾ അംശം 1 ബൈ ഛേദത്തിൽ 10ൽ 1 8 8 ശിഷ്ടം 2 20ൽ 2 16 ശിഷ്ടം 4 40ൽ 8 40. ഉത്തരം 1/125. x/100 = 0.08 ആയാൽ എക്സിൻ്റെ വില കാണുക. x/100 = 0.08. ഇതൊരു സമവാക്യമാണ്. ഇതൊരു ഇക്വേഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇതിലത്തെ ചരത്തിൻ്റെ വില കാണണം, വേരിയബിളിൻ്റെ വില കാണണം, എക്സിൻ്റെ വില കാണണം. അപ്പോൾ നമുക്ക് ചരത്തിൻ്റെ വില കാണുമ്പോൾ ഇതൊരു സമവാക്യമാണ്. ആ ചരം മാത്രം ഇടതുവശത്ത് എഴുതുക. ചരത്തിൻ്റെ വില കാണുമ്പോൾ ചരം മാത്രം ഇടതുവശത്ത് എഴുതുക. എന്നിട്ട് ചരത്തിൻ്റെ കൂടെ എന്തുണ്ട്? /100 ഉണ്ട്, ഹരിക്കണം 100 ഉണ്ട്. അത് സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോവുക. ചരത്തിൻ്റെ കൂടെ ചരം മാത്രം ഇവിടെ എഴുതി. ചരത്തിൻ്റെ കൂടെ എന്തുണ്ട്? /100 ഉണ്ട്, അതായത് ഹരിക്കണം 100. ഹരിക്കണം 100 എന്നുള്ളത് സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുമ്പോൾ ഗുണിക്കണം 100 ആവും. ഇവിടെ ഗുണിക്കണം എന്നാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം, വിപരീത ക്രിയ വരും. ഇവിടെ ഗുണിക്കണം എന്നാണെങ്കിൽ സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ ഹരിക്കണം, ഹരിക്കണം എന്നാണെങ്കിൽ സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം. ഇവിടെ ഹരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സ് ചരം ഇവിടെ എഴുതി.
ബൈ 100 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 100 ആവും. ഹരിക്കണം 100 അങ്ങോട്ട് എടുക്കുമ്പോൾ വലത്തോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ നമ്മൾ എക്സ് എഴുതി സമം ഈ ഭാഗത്ത് എന്തുണ്ട്? വലതുവശത്ത് 0.08 ഉണ്ട്. ഈ ബൈ 100 അങ്ങോട്ട് വന്നു ഇൻറ്റു 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0.08 100 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കാൻ നമുക്കറിയും ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ദശാംശ സംഖ്യയാണത്. അപ്പോൾ ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലത്തെ സംഖ്യ മാത്രം എടുക്കുക. 0.08 സംഖ്യ മാത്രം എടുക്കുക. എത്ര സംഖ്യ? 8. ഇവിടെ സംഖ്യ എത്ര? 100. ആ 8 100 ഗുണിക്കുക. 8 × 100 800. 8 × 100 800. അതിനുശേഷം നമുക്ക് ദശാംശ സ്ഥാനം നീക്കണം. ഇവിടെ ഈ ദശാംശ സംഖ്യയിൽ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? 2 അക്കം. ഈ ദശാംശ സംഖ്യയിൽ ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കമുണ്ട്. അപ്പോൾ ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞ് 2 അക്കം വേണം. ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞ് 2 അക്കം. അപ്പോൾ 800 നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടാൽ ദശാംശം കഴിഞ്ഞ് 2 അക്കമായി. ഇനി 8.00 എന്നായിപ്പോൾ ഈ 8.00 പറഞ്ഞാൽ 8 പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പൂജ്യങ്ങൾക്ക് വരില്ല. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പൂജ്യങ്ങൾക്ക് എത്ര പൂജ്യം വന്നാലും അതിന് വരില്ല. ഉത്തരം 8. 6 സെക്കൻഡ് എന്നത് ഒരു മണിക്കൂറിൻ്റെ എത്ര ഭാഗമാണ്? 6 സെക്കൻഡ് എന്നത് ഒരു മണിക്കൂറിൻ്റെ എത്ര ഭാഗം? എത്ര ഭാഗം എന്ന് കാണാൻ ഏത് ബൈ ഏതിൻ്റെ ചെയ്താൽ മതി. എത്ര ഭാഗം എന്ന് കാണാൻ ഏത് ബൈ ഏതിൻ്റെ. ഇവിടെ ഏതാണ്? 6 സെക്കൻഡ്. ഏതിൻ്റെ? ഒരു മണിക്കൂറിൻ്റെ. അപ്പോൾ ഏത് ബൈ ഏതിൻ്റെ? 6 സെക്കൻഡ് ബൈ ഒരു മണിക്കൂർ. 6 സെക്കൻഡ് ബൈ ഒരു മണിക്കൂർ. നമ്മൾ ഹരിക്കുമ്പോൾ അംശത്തിലും ഛേദത്തിലും ഒരേ യൂണിറ്റ് ആവണം. ഹരിക്കുമ്പോൾ അംശത്തിലും ഛേദത്തിലും ഒരേ യൂണിറ്റ്. ഇവിടെ അംശത്തിൽ യൂണിറ്റ് സെക്കൻഡാണ്, ഛേദത്തിൽ മണിക്കൂറാണ്. അംശത്തിൽ യൂണിറ്റ് സെക്കൻഡ്, ഛേദത്തിൽ മണിക്കൂർ. നമുക്കത് ഒരുപോലെ ആക്കണം. അപ്പോൾ അംശം 6 സെക്കൻഡ് അതുപോലെ എഴുതി. അംശം 6 സെക്കൻഡ് അതുപോലെ എഴുതി. നമുക്കറിയാം 1 മണിക്കൂർ 60 മിനിറ്റാണ്. 1 മണിക്കൂർ 60 മിനിറ്റ്. അപ്പോൾ ഛേദം 1 മണിക്കൂർ എന്നതിന് പകരം 60 മിനിറ്റ് എന്ന് എഴുതി. ഇപ്പോഴും യൂണിറ്റ് ഒരുപോലെയല്ല. അംശത്തിൽ സെക്കൻഡും ഛേദത്തിൽ മിനിറ്റുമാണ്. അംശത്തിൽ സെക്കൻഡ്, ഛേദത്തിൽ മിനിറ്റ്. അപ്പോൾ അംശം അതുപോലെ എഴുതി. 6 സെക്കൻഡ് ബൈ നമുക്കറിയാം 1 മിനിറ്റ് 60 സെക്കൻഡാണ്. 1 മിനിറ്റ് 60 സെക്കൻഡ്. അപ്പോൾ 60 മിനിറ്റോ? 60 × 60 സെക്കൻഡ്. 60 മിനിറ്റ് 60 × 60. മിനിറ്റിനെ സെക്കൻഡാക്കാൻ 60 കൊണ്ട് കുടിക്കണം. അപ്പോൾ 60 മിനിറ്റ് 60 × 60 സെക്കൻഡ്. ഇപ്പോൾ അംശവും ഛേദം ഒരുപോലെ യൂണിറ്റ് സെക്കൻഡ്. നമുക്ക് ഈ സെക്കൻഡും വെട്ടിക്കളയാം. ബാക്കി മുകളിൽ അംശത്തിൽ എന്താണ്? 6 ബൈ ഛേദത്തിലോ ഗുണിക്കുമ്പോൾ 3600. 6 36 2 0. അപ്പോൾ അംശം 6 ബൈ ഛേദം 3600. നമുക്കിതിനെ 6 കൊണ്ട് പിടിച്ചെടുക്കാം. അംശത്തെയും ഛേദത്തെയും 6 കൊണ്ട്. 1 6 അംശം 1 ബൈ ഛേദത്തിൽ 6 36 2 0. 6 കൊണ്ട് വെട്ടുമ്പോൾ 6 36 2 0. അപ്പോൾ 1 ബൈ 600 വന്നു. അതായത് ഉത്തരം 1 ബൈ 600 ഭാഗം. ഏത്? 6 സെക്കൻഡ് എന്നത് ഒരു മണിക്കൂറിൻ്റെ എത്രയാണ്? 1 ബൈ 600 ഭാഗമാണ്.